ഇവിടെ ഷാഫി പറഞ്ഞ രണ്ട് കാര്യം, ബാക്കിയുള്ളവർ ഒരുമിച്ച് പറയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞുള്ളൂ ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞത് മറ്റേ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ധവളപത്രത്തിനെയാണ്, പരിശോധിക്കാം. രണ്ടാമത്തത് അദ്ദേഹം വെർച്വൽ ഓട്ടോപ്സിയെ പറ്റി പറഞ്ഞു. അതായത് ശരീരം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സംവിധാനമാണ്. അതിൻ്റെ ഒരു ചെലവ് ഏതാണ്ട് 30 കോടിയാണ്. അത് നമുക്ക് നടപ്പാക്കാം. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാന പോയിൻ്റുണ്ട്. MLA-മാരുടെ MP-മാരുടെയൊക്കെ ഫണ്ട്, പ്രാദേശിക വികസന ഫണ്ട് ആശുപത്രി കെട്ടിടങ്ങളും കൂടെ തന്ന് ഒന്ന് സഹായിക്കുക. ഞാൻ പറയാൻ കാരണം, പലർക്കും റോഡ് വേണ്ടി വരും. ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല, റോഡും പ്രധാന ഘടകം തന്നെ. പക്ഷേ നിങ്ങളുടെ ആദ്യ ഫണ്ട് തന്നെ റോഡിന് കൊടുത്താൽ അടുത്ത നിങ്ങളുടെ ഇലക്ഷൻ്റെ നേരാകുമ്പോഴേക്കും ആ റോഡൊക്കെ പൊട്ടിപ്പോകും. നേരെ മറിച്ച് കെട്ടിടാണെങ്കിൽ അത് അവിടെ നിൽക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ ഷാഫി പറഞ്ഞില്ല, വടകര ഹോസ്പിറ്റലിൻ്റെ കെട്ടിടത്തിൻ്റെ അത് ഇപ്പോഴും ഞാൻ MP അല്ലെങ്കിൽ ഞാൻ എന്നും കാണുന്നതാണ്. എന്നാൽ റോഡാണെങ്കിൽ റോഡ് വേണം. അത് എനിക്ക് തോന്നുന്നത് തീരെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത റോഡ് മാത്രം തൽക്കാലം, ബാക്കി റോഡൊക്കെ അവസാനത്തെ വർഷം ചെയ്യാം. അപ്പോൾ നല്ല റോഡ്, ടാറിട്ട റോഡ് എന്നൊക്കെ ഇലക്ഷൻ കാലത്ത് പറയാം. അതോടൊപ്പം തന്നെ നല്ല കെട്ടിടങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിൽ MLA-മാരുടെ കൂടെ ഒരു സഹായം ഉണ്ടാകും.